ദുനിയാവിൽ ഈ മക്കൾ എന്ന് പറയുന്നത് സൗന്ദര്യ വസ്തുക്കളാണെങ്കിൽ നമുക്ക് മനസ്സിന് മനോഹരമായിരിക്കുന്ന കുളിർമ നൽകുന്ന ഒരു വല്ലാത്ത അനുഭൂതിയാണ് എങ്കിൽ ഈ ലോകത്തിന്റെ ജീവിതം നമ്മൾ അവസാനിപ്പിച്ച് പരലോക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അഥവാ മരണത്തിന്റെ പിടിയിൽ നമ്മൾ അകപ്പെടുകയാണ്. ആ മരണം കഴിഞ്ഞിട്ട് പരലോക ജീവിതത്തിന്റെ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മക്കളെ കുറിച്ച് ഈ ദുനിയാവിന്റെ അലങ്കാരമാണ്, നമുക്ക് സന്തോഷമാണ്, കണ്ണിന് കുളിർമയാണ്, മനസ്സിന് വല്ലാത്ത മനോഹരമാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് എങ്കിൽ ഖബർ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ഇബ്ന ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ എല്ലാ അമലുകളും അവിടെ തീരുകയാണ്, അവന്റെ എല്ലാ ജോലികളും അവിടെ അവസാനിക്കുകയാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവന് ജോലികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവന് അന്നപാനീയങ്ങൾ ചെയ്യാൻ, ആഹാരം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ അവന് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ആരുണ്ടടാ എന്നെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മസിൽ വിരിച്ചുകൊണ്ട് പവർ കാണിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ തന്റെ സഹോദരങ്ങളോട് വിദ്വേഷത്തോടുകൂടി, അല്ലെങ്കിൽ കാരുണ്യത്തോടുകൂടി, അല്ലെങ്കിൽ വിനയത്തോടുകൂടി, അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി പെരുമാറാൻ കഴിയുകയുള്ളൂ. ഈ ദുനിയാവിൽ നിന്നും അവന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അവന്റെ എല്ലാ ജോലികളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ അവസാനിക്കുകയാണ്. പിന്നെയൊന്നും അവന് പ്രയോജനം ചെയ്യുകയില്ല. അവൻ കെട്ടിപ്പടുത്തിരിക്കുന്ന സാമ്രാജ്യങ്ങളുണ്ടല്ലോ അതവന് പ്രയോജനപ്പെടുകയില്ല. അവന്റെ സമ്പത്തുണ്ടല്ലോ അതവന് പ്രയോജനപ്പെടുകയില്ല. അവന്റെ ആരോഗ്യമുണ്ടല്ലോ അതവന് പ്രയോജനപ്പെടുകയില്ല. അവന്റെ പിടിപാടുകളുണ്ടല്ലോ അതവന് പ്രയോജനപ്പെടുകയില്ല. ഇല്ലാ മിന സലാസ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. അല്ലേ? ഈ ദുനിയാവിൽ നിന്നും അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ വന്ന് കണ്ടു കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. പിന്നെ എന്റെ പവറില്ല, എന്റെ വർത്തമാനമില്ല, എന്റെ അധികാരമില്ല, എന്റെ സംസാരമില്ല, സമ്പത്തില്ല, എല്ലാം ഒന്നുമേയില്ല. പിന്നെ നമ്മൾ ആരുണ്ടടാ എന്ന് ചോദിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയാമോടാ എന്ന് ചോദിക്കുന്നത്? തീർന്നു. മൂന്ന് കാര്യങ്ങൾ മാത്രമേ പിന്നെ ഖബർ മുതൽ അങ്ങോട്ടുണ്ടാവുകയുള്ളൂ. അതിൽ ഒരു കാര്യം ഏതാണ്? വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ഖബറിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ അവിടെ മുതൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോ നമുക്ക് മനസ്സിന് കുളിർമ നൽകിയിരുന്ന, നമുക്ക് സന്തോഷം നൽകിയിരുന്ന ഈ ഒരു വസ്തു ഉണ്ടല്ലോ, സന്താനങ്ങൾ. അതും സ്വാലിഹായ സന്താനം, അതും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനം. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വല്ലപ്പോഴുമെങ്കിലും ആ ഖബറിന്റെ ഓരത്തേക്കൊന്ന് വന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് വന്നിട്ടൊന്ന് ഖബറിന്റെ ഓരത്തേക്കൊന്ന് വന്നിട്ട് നമുക്ക് വേണ്ടി ഒന്ന് സലാം പറയുന്ന, നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടൊന്ന് പൊട്ടിക്കരയുന്ന
അള്ളാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്, എന്റെ ഉമ്മ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. ആ ഉപ്പായ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, ആ ഉമ്മായ്ക്ക് നീ കരുണ കാണിക്കണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കളുണ്ട് എങ്കിൽ ആ മക്കളും പരലോക ജീവിതത്തിന്റെ തുടക്കമാകുന്ന ഖബർ മുതൽ ഉപകരിക്കപ്പെടുന്ന വസ്തുവാണ് എന്ന് നമുക്ക് ദുനിയാവിൽ നമുക്ക് മനോഹാരിത തരുന്നത് പോലെ ഏകാന്തവാസം അനുഭവിക്കേണ്ടി വരുന്ന ഖബറിലും നമുക്ക് മനോഹാരിത സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ട മക്കളാണ്, സ്വാലിഹീങ്ങളായ മക്കളാണ്.